ഹല്ലേലൂയായിൽ നിന്ന് ജെറമിയ 17:10. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അതുകൊണ്ട് ജെറമിയ 17:10. I, the Lord, explore the mind and test the heart, giving to all according to their ways, according to the fruit of their deeds. According to Jeremiah 17:10. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജെറമിയ 17:10 തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിനെ എല്ലാം പരിശോധിക്കുന്ന ദൈവത്തെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരിക. നമ്മളിന്ന് ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന നാളുകൾ, ആയിരിക്കുന്ന കാലങ്ങൾ, ഈ ഒരു ജീവിത രീതികൾ എല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരീക്ഷിക്കാൻ വരുവാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ഹൃദയമാണോ, നമ്മുടെ ചിന്തകളാണോ, നമ്മുടെ മനസ്സിനെയാണോ ദൈവത്തിന് കാണുവാൻ സാധിക്കുക? ഒരുപക്ഷെ ഈ വചനങ്ങളെ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ സാധിക്കുമായിരിക്കും. ഇങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ചുമ്മാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. മറ്റൊരു വചനത്തിലൂടെ പറഞ്ഞു തരികയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേര് ഊന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇത് കർത്താവിൽ ആശ്രയിക്കുന്നവന് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അവന് ഒരിക്കലും വരൾച്ച ഉണ്ടാവുകയില്ല. അവൻ എന്നും പച്ചയായ പുൽത്തടിയിൽ എന്ന പോലെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അവന് ഉത്കണ്ഠ ഉണ്ടാവുകയില്ല. അവന് സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ജെറമിയ 17:9 ഇങ്ങനെ പറഞ്ഞു തരുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാണ്, ശോചനയാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ അതിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെയും മനസ്സിനെയും പരിശോധിക്കുവാൻ തമ്പുരാൻ വരും. പരിശോധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിനും അവൻ്റെ മനസ്സിനും അവൻ്റെ പ്രവൃത്തിക്കും അനുസരിച്ചാണ് ദൈവം അതിൻ്റെ പ്രതിഫലം നൽകുക. എന്നാൽ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹീതനാണ്. അവൻ്റെ എല്ലാ മേഖലകളിലും അവനൊരിക്കലും വരൾച്ച ഉണ്ടാവുകയില്ല. അവൻ പച്ചപ്പുൽ തകിടിയിൽ എന്ന പോലെ, അവനെ ആറ്റുതീരത്ത് നട്ട വൃക്ഷം എന്ന പോലെ അവൻ വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. കാരണം അവന് വരൾച്ചയെ നേരിടേണ്ടവരില്ല. അവന് ജലാംശത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ കരസ്പർശം, സ്നേഹം, അനുഗ്രഹം എപ്പോഴും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ എന്ന് പറഞ്ഞു തരുന്നു. മനുഷ്യരെ അല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. ശാരീരികമായ ബലത്തെയോ ശാരീരികമായ ശക്തിയോ മനസ്സിൻ്റെ ചിന്തകളോ സ്വന്തം അഹങ്കാരം കൊണ്ട് എനിക്കിതെല്ലാം സാധിക്കുമെന്നുള്ള ചിന്തകളൊന്നുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഈശോയിലൂടെ നമുക്ക് ഈ ഒരു വചനത്തെ സ്വീകരിക്കുമ്പോൾ തമ്പുരാനോട് നമ്മുടെ മേഖലകളെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് എവിടെയെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അവയോർത്ത് അനുദപിച്ച് പശ്ചാത്തപിച്ച് കർത്താവെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരുപക്ഷെ നീ എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ചിന്തകളെയൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ കർത്താവെ ഞാൻ അങ്ങേക്ക് പറ്റിയ ഒരു മകനായിട്ടല്ല ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവയെ ഓർത്തൊക്കെ ഒന്ന് അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാൻ്റെ മുന്നിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സ്തുതി
ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു.